കുറഞ്ഞ ചേരുവയിൽ അത് അധിക പണിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. അത് നല്ല ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നത്. 250 ml ആണ് കേട്ടോ ഒരു കപ്പ് അളവ് വരുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ചൂടായി വരുന്നതിനനുസരിച്ച് ഒന്ന് തിക്കായി കിട്ടും. കണ്ടില്ലേ, നല്ലപോലെ ഇതുപോലെ ഒന്ന് വരുന്ന സമയത്ത് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ്, 2 ചെറിയ പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു നല്ല ഗ്ലേസിലേക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമ്മൾ ചൂടോടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ ഈ ഒരു ഷേപ്പുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടോടി തന്നെ ഒഴിച്ചു കൊടുക്കണേ. പെട്ടെന്ന് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടൊക്കെ മാറിയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് പുഡിംഗ് കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പതിയെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ടോപ്പിലേക്ക് നമുക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ബൂസ്റ്റ് എടുത്താലും മതി. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്